ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഫ്രണ്ട്സ്. കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും എൻ്റെ 2 പൂച്ചകളെ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇത് ബബ്ലോ ആണ്. ബബ്ലോന് ഉഷാറൊന്നും ആകുന്നില്ല. അതിന് മരുന്ന് കഴിച്ചിട്ട് എൻ്റെ ക്യാഷ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന ഒരു ചേച്ചി 2000 രൂപ തന്ന് സഹായിച്ചു. അതുകൊണ്ടാണ് ഇവരെ 2 പേരെ ബബ്ലോനെ ജിമ്മിയെ കൊണ്ടുപോയത്. ആ ദിവസം ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്ത് നല്ല മഴയായിരുന്നു. ഓറഞ്ച് അലർട്ടായിരുന്നു. റോഡിലൊക്കെ നല്ല മഴയാണ്. 2 പൂച്ചയെ ഓട്ടോയിൽ കൊണ്ടുപോകാൻ ഓട്ടോ ചേട്ടൻ സമ്മതിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമായിരുന്നു. അങ്ങനെ മഴയത്ത് പോയി. എൻ്റെ വീട്ടിലാണെങ്കിൽ വെള്ളമൊക്കെ കയറി, വീട്ടിൽ വെള്ളം കയറി, പിന്നെ പരിസരത്തൊക്കെ വെള്ളം കയറി. തിരിച്ച് വീട്ടിൽ പൂച്ചയുമായി എത്തിയപ്പോൾ മുട്ടോളം വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളത്തിലാണ് പൂച്ചയെ കേജിലൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയത്. അപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു ദിവസമായിട്ടത്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഒരു ചേച്ചി എൻ്റെ വീഡിയോ കാണുന്ന ഒരു ചേച്ചി ക്യാഷ് തന്നെ സഹായിച്ചുകൊണ്ടാണ് 2 പേരെ കൊണ്ട് കാണിക്കാൻ പറ്റിയത്. ഇപ്പോഴും 2 പേർക്ക് സുഖമില്ല. അവരെ 2 പേരെ ഇനിയും കൊണ്ട് കാണിക്കണം. ഇന്ന് കൊണ്ട് കാണിക്കാൻ പോകാൻ. ഇപ്പോൾ ഇതിൻ്റെ ബബ്ലോനെ ജിമ്മിയെ ആശുപത്രി എത്തി. 2 പേരും അടുത്തിരിക്കുകയാണ്. വീട്ടിലാണെങ്കിൽ 2 പേരും അടിയൊക്കെ കൂടും. ഇവിടെ വന്നുകൊണ്ട് പേടിച്ചിരിക്കുകയാണ് 2 പേരും. ഡോക്ടർ അമലിനെയാണ് കാണിക്കുന്നത്. നല്ല ഡോക്ടറാണ്. അപ്പം ഡോക്ടർ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ മതി ബബ്ലോന് ബ്ലഡ് കൗണ്ട് കുറവാണ്. അത് ഇപ്പോഴും നല്ല മഴയാണ്. എനിക്കാണെങ്കിൽ നല്ല ടെൻഷനായിരുന്നു. വീട്ടിലെത്തുന്നത് വരെ മഴ കുറഞ്ഞില്ലെങ്കിൽ വീട്ടിൽ കയറാനൊന്നും പറ്റില്ല. പൂച്ചയെ കൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ വെള്ളപ്പൊക്കം വരും. അതിൻ്റെ ടെൻഷനായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് മഴ തുടങ്ങിയതാണ്. ഇപ്പം ബബ്ലോനെ നോക്കുകയാണ് ഡോക്ടർ. അങ്ങനെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് മരുന്നൊക്കെ കൊടുത്ത് ഇപ്പോൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ മഴയിലാണ് ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെല്ലാം വെള്ളപ്പൊക്കം വന്ന ആ ദിവസമായിരുന്നു. ഇപ്പോൾ സാധാരണ ഇതുവരെ ഇങ്ങനെ കൊണ്ടുപോയിട്ടില്ല. ഇപ്പോൾ ഇതാണ് അവർക്ക് വേണ്ടി വാങ്ങിച്ച മരുന്നൊക്കെയാണ്. ഒരുപാട് ക്യാഷ് പോയി. ഒരുപാട് പേര് ക്യാഷ് തന്നെ സഹായിച്ചുകൊണ്ടാണ് എൻ്റെ പൂച്ചകളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത്. ഇനി 2 പേരെ ഇന്ന് ആശുപത്രി കാണിക്കണം. എല്ലാവരും എൻ്റെ പൂച്ചകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.